കൊച്ചിയുടെ ഒരു ഇരുണ്ട പാസ്റ്റ് ലൈഫ്, ചരിത്രപ്രധാനമായ ഒരു ലൈഫിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കാപ്പിരി ഉത്തപ്പ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഈ കാപ്പിരി ഉത്തപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും ഒരു പോർച്ചുഗീസ് ഇൻവേഡിങ്ങിൻ്റെയും പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് കച്ചവടം നടത്തിയതിൻ്റെയും മനുഷ്യനെ അടിമകളായി അല്ലേ, നമ്മൾ മനുഷ്യനെ അടിമകളായിട്ട് വിറ്റിരുന്നു. കപ്പലിൽ നിന്ന് ഇപ്പോൾ ക്രെയിൻ ത്രൂ ഒക്കെ ചരക്കിറക്കുന്ന പോലെ പണ്ട് കാലത്ത് മനുഷ്യനെ വിറ്റിട്ടായിരുന്നു ചരക്കുകളൊക്കെ മനുഷ്യനെ കൊണ്ടായിരുന്നു ചരക്കുകൾ. അതിനായിട്ട് ആഫ്രിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അടിമകളായിട്ട് ഇവിടെ ജോലി ചെയ്യിച്ചിരുന്നു. അതിൻ്റെ ഒരു കറുത്ത കഥയാണ് ഈ കാപ്പിരി ഉത്തപ്പ എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ പിന്നിൽ അന്വേഷിച്ച് പോയി. ഈ കാപ്പിരി ഉത്തപ്പ എന്ന് പറയുന്ന മൂന്ന് പ്ലേസസിൽ പോയി. എനിക്ക് അവിടെ നിന്ന് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും അവിടെ ആ ഒരു പ്ലേസസൊക്കെ കണ്ട ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗോ ത്രൂ വാട്ട് ഈസ് കാപ്പിരി ഉത്തപ്പ. ഇത് ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷന് ശേഷം പാലം കണക്ട് ചെയ്ത് ഫോർട്ട് കൊച്ചിയിൽ എത്തിയ ശേഷം ഫോർട്ട് കൊച്ചിയിൽ ഒരു പ്ലേസിലാണ് ഈ കാപ്പിരി ഉത്തപ്പ ഉള്ളത്. അതായത് ഡച്ചുകാർ വാസ്കോഡ ഗാമ 1498 മറ്റോ ആണ്, അതെ 1498 ആണ് ചരിത്ര രേഖകൾ പ്രകാരം കടപ്പുറത്തെത്തിയത്, കൊച്ചി കടപ്പുറത്തെത്തുന്നത്. അഥവാ എല്ലാ വ്യാപാര ബന്ധങ്ങളും, വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും, അല്ലെങ്കിൽ കൊച്ചി കടപ്പുറം, കാപ്പാട്, മുംബൈ, വിശാഖപട്ടണം, അപ്പോൾ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസും എല്ലായ്പ്പോഴും ഡെവലപ്പ് ചെയ്തു വരുന്നത് ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ടാണ്. കാരണം അത് തുറമുഖം ത്രൂ ആണ് നമ്മൾ ഹ്യൂജ് സ്കെയിൽ ഓഫ് ഷിപ്പ് ത്രൂ ആണ് ഹ്യൂജ് സ്കെയിൽ ഓഫ് വ്യാപാരം അടുത്തൊരു രാജ്യവുമായിട്ട് പോസിബിൾ ആവുന്നത്. അങ്ങനെ കൊച്ചി കടപ്പുറത്തും ഒരു വലിയ ഹ്യൂജ് സ്കെയിൽ ഓഫ് ഇത് തന്നെ സംഭവിച്ചു, വ്യാപാരം തന്നെ സംഭവിച്ചു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആദ്യം വാസ്കോഡ ഗാമ വന്നു, പിന്നെ പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. ഇതോടൊപ്പം തന്നെ ആഫ്രിക്കയിൽ നിന്നും അവർ അവരുടെ വ്യാപാരം വളർത്താനായി അടിമകളെ കൊണ്ടുവന്നു. ഒരു വ്യാപാരി മറ്റൊരു വ്യാപാരിക്ക് വിൽക്കുന്ന ഒരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ ആ കാലത്ത് നിലനിരുന്നു. പലതിനും ഞാൻ ലൈബ്രറീസിലും ഫോട്ടോജി ഭാഗത്തൂടെയൊക്കെ പലതിനും ചരിത്ര രേഖകളില്ല. പക്ഷേ എനിക്കിത് 2 വട്ടം ഉള്ളതായി തന്നെ ഫീൽ ചെയ്തു. എൻ്റെ ഇൻറ്റ്യൂഷൻസ് ഒന്നും എന്നെ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഞാൻ വലിയ മിടുക്കി ആയതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ഞാൻ ഇൻറ്റ്യൂഷൻസിൽ വിശ്വസിക്കുന്നു. കാരണം 2 വട്ടം ഞാനിത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. ഉത്തപ്പയെ പറ്റി കംപ്ലീറ്റ്ലി ഞാൻ പഠിച്ച ശേഷം ചരിത്ര രേഖകളിലൂടെ പോയ ശേഷവും 2 വട്ടം ശ്രമിച്ചിട്ട് നടന്നില്ല. ഐ ആം ട്രൈങ് ഫോർ ദ തേർഡ് ടൈം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെത്തി, അപ്പോൾ ആഫ്രിക്കൻ അടിമകളും എത്തി. ഈ ആഫ്രിക്കൻ അടിമകളെ കാപ്രികൾ എന്നായിരുന്നു പറയുന്നത്, CAPRE. അപ്പോൾ കാപ്രികളെയാണ്, അതായത് 6 അടി പൊക്കമുള്ള കറുത്ത നിറമുള്ള മനുഷ്യർ, കറുത്ത സ്കിൻ ടോണുള്ള മനുഷ്യരായിരുന്നു ഈ കാപ്രികൾ. ഇവർ നല്ലതായിട്ട് ഹ്യൂമൻ എഫേർട്സ് ഉള്ള, അതായത് നല്ല പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കപ്പലിൽ നിന്നും ചരക്ക് ഇറക്കുക, കൊണ്ടുവരുന്ന ചരക്കുകൾ ഇവിടെ വ്യാപാരത്തിനായിട്ട് നമുക്കിപ്പോഴത്തുള്ള വെയർ ഹൗസ് പോലെ ക്രെയിനിലൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാലോചിച്ച് നോക്കി, ഇപ്പോൾ കപ്പലിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ കൊച്ചി നമുക്കവിടെ ഷിപ്പ്യാർഡിൽ പോയി നിന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ചെന്നൈയിലോ ബോംബെയിലോ ഒക്കെ ഷിപ്പ്യാർഡ്സിൽ പോകാമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കാണാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല, ഹ്യൂമൻ എഫേർട്ട്, ഹ്യൂമൻ എനർജി യൂസ് ചെയ്തിട്ട് തന്നെ ഇത് കപ്പലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയും കപ്പലിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും, ഇവിടെ നിന്നുള്ള കുരുമുളകും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ആഫ്രിക്കൻ അടിമകൾ അഥവാ കാപ്രികളെ ഉപയോഗിച്ചിരുന്നു. ആ വഴിയുടെ ചെറിയൊരു ആർച്ച് പോലെ എല്ലാപ്പോഴും ഒരു ദുരിതത്തിൽ പിന്നെ ഒരു പാലൊക്കെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്താ വിശ്വാസം വെച്ച കാര്യങ്ങൾ പൈസ എടുക്കരുത്. അല്ല ഇത് തരാറുണ്ട്, 2 അടുക്കളല്ലേ, ആരും ചമ്പളത്തെ ഇപ്പോഴല്ലല്ലോ. ഇവിടെ കുട്ടപ്പൻ്റെ കട ഉണ്ടാക്കി അതുകൊണ്ട് നമുക്ക് കിടക്കുന്ന വീടുമാറി സമ്മതി അതൊന്നും വരാനൊന്നും പറ്റില്ല, പറ്റില്ല. പ്രായമുള്ള ചിലപ്പോൾ ശരീരശുദ്ധിയൊന്നും
ആഫ്രിക്കൻ നെയിമായ കാപ്രി ആണ് ഈ കാഫറുകൾ എന്നും പറയുന്നു. കാഫിർ എന്ന് പറയുന്ന അറബിക് വേർഡ്, അറബികളും ഇവിടെ കച്ചവടം ചെയ്യാൻ എത്തിയിരുന്നു കൊച്ചി കടപ്പുറത്ത്. അപ്പോൾ അങ്ങനെ രണ്ട് മിത്തുകൾ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ചരിത്രരേഖയുണ്ട് ഇതിന്. അപ്പോൾ ചരിത്രരേഖകളിൽ ഈ രണ്ട് കാര്യങ്ങളും പറയുന്നു. ആഫ്രിക്കൻ ആൾക്കാരെ പോർച്ചുഗീസുകാർ കാഫ്രികളെന്ന് വിളിച്ചിരുന്നെന്നും അറബികൾ ഇവരെ കാഫിറുകളെന്ന് വിളിച്ചിരുന്നു, അടിമകളെ കാഫിറുകളെന്ന് വിളിച്ചിരുന്നു എന്നും രണ്ട് കഥകൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റി. ഇതിനകത്ത് കാപ്രികൾ എന്ന് പറയുമ്പോൾ ഈ അടിമകൾ മാത്രമല്ല, ആഫ്രിക്കൻ പോർച്ചുഗീസുകാരാണ് ഈ വാസ്കോ ഡ ഗാമയുടെ വരവോടെ കൊച്ചിയിലേക്ക് വ്യവസായത്തിനെത്തുന്നത്. അതിനുശേഷം ഈ കാപ്രികളെ കൊണ്ടുവരുന്നു. അവർ സൈനികരുണ്ട്, വീട്ടുജോലിക്കാരുണ്ട്, മറ്റ് ലേബേഴ്സ് പോർച്ചുഗീസുകാർക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ ആരുടെ നമ്മുടെ പോർച്ചുഗീസുകാരുടെ എംപ്ലോയ്മെൻറ്റ് പീപ്പിളാണ്, പോർച്ചുഗീസുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അവരിവിടെ വന്ന് ശരിക്കും പെട്ടുപോവുകയാണ്. ഈ 6 അടി പൊക്കമുള്ള മനുഷ്യരാണ് എന്നൊക്കെ ഉള്ളത് ഒരു ജനകീയ കഥയോ ഐതിഹ്യങ്ങളോ ഒക്കെയാണ്. ജനകീയമായി പറഞ്ഞു വരികയാണ് ഈ കാപ്രികൾ 6 അടി പൊക്കമുള്ള കറുത്ത മനുഷ്യരായിരുന്നു എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ചരിത്രപരമായ എവിഡൻസസ് ഒന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനി കാപ്പിരി യുത്തപ്പയ്ക്കായിട്ട് ഒരു ആരാധനാലയം അല്ലെങ്കിൽ എല്ലാ റോഡും ഞാനവിടെ 3 പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് റോഡ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ ഒരു റോഡും അടുത്തൊരു റോഡൂടെ മീറ്റ് ചെയ്യുന്ന ഇൻ്റർസെക്ഷൻസിലാണ് എല്ലാ ഈ കാപ്പിരി ഊത്തപ്പയുടെ സ്ഥലങ്ങളും നിൽക്കുന്നത്. ഈ കാപ്പിരി ഊത്തപ്പയിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ കുറച്ചധികം കഥകൾ ഇവർ സമ്പത്തുമായിട്ടും സ്വർണമായിട്ടും സമ്പന്നതയായിട്ട് റിലേറ്റ് ചെയ്തും ശാപം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ശാപദോഷം മാറാനുമായിട്ടാണ് ആൾക്കാർ ബേസിക്കലി ഇവിടെ പോകുന്നത്. അതിൽ ഞാൻ പറഞ്ഞു കേട്ടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ അവിടെ ചെന്നപ്പോൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ച് ലഭിക്കാനായിട്ട് അവിടെ ചെന്ന് സിഗാർ കത്തിച്ച് തന്നെ വെക്കണം. സിഗാർ വാങ്ങിച്ചു വെച്ചാൽ പോരാ, മെഴുകുതിരി, സിഗാർ, പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് നഷ്ടപ്പെട്ട വസ്തു തിരിച്ച് ലഭിക്കുക, നഷ്ടപ്പെട്ട സ്വർണം കിട്ടുക, ജപ്തിയാകാൻ പോകുന്ന വസ്തുക്കളിൽ നിന്നും ജപ്തിയിൽ നിന്നും ഒഴിവാക്കി തരിക, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പരാധീനതകൾ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി തരിക. ഇതാണ് നമ്മൾ ബേസിക്കലി സമ്പത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കാപ്പിരി ഉത്തപ്പയായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കാപ്പിരി ഉത്തപ്പയോട് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതെന്തായെന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ ഈ കാപ്പിരീസ് ഭയങ്കര പോർച്ചുഗീസുകാരുടെ ഭയങ്കര വിശ്വസ്തരായിരുന്നു. അപ്പോൾ കാപ്പിരീസിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കാപ്പിരികളോട് ഇവർ വന്നിട്ട് ചോദിച്ചു, പോർച്ചുഗീസുകാർ ഒരുപാട് നാൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കാപ്പിരീസ് ഡച്ചുകാർ ഇൻവേഡ് ചെയ്തു. ഡച്ചുകാർ കൊച്ചി കടപ്പുറത്തെത്തിയപ്പോൾ ഇവർക്ക് പോർച്ചുഗീസുകാർക്ക് നിലനിൽപ്പില്ലാതായി. പോർച്ചുഗീസുകാർ ഇവിടുന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവരിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കച്ചവടം ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുവകകൾ എന്ത് ചെയ്യണം? അപ്പോൾ അവർ ചെയ്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വത്തുവകകൾ അല്ലെങ്കിൽ ഭൂഗർഭ അറകളിൽ ഇവ കുഴിച്ചിട്ടിട്ട് ഓരോ കാപ്പിരികളെ അതിന് മുന്നിൽ തടവറകളുണ്ടാക്കി കാവലിന് വേണ്ടി അവിടെ ഇട്ടു. പിന്നീട് ഡച്ചുകാർ വരുമ്പോൾ ഡച്ചുകാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. കുറേ മനുഷ്യ അടിമകളെ തടവറയിലാക്കി എന്നുള്ളതല്ലാതെ ഡച്ചുകാർക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും സിഗാർ വലിച്ചിരുന്ന കാപ്പിരീസ് അതിൻ്റെ മുകളിൽ കിടന്ന് മരിച്ചുപോയി. അതാണ് ഒരു ശാപത്തിൻ്റെ കഥ. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. സയൻറ്റിഫിക് എവിഡൻസോ ചരിത്രപരമായ എവിഡൻസസോ ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഇത് ജനകീയമായി പറഞ്ഞ് ആ ഏരിയയിലുള്ള അതൊരു ആ 3 ജംഗ്ഷനിലും ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അവിടെയുള്ളവരോടും ഞാൻ പോയ സ്ഥലത്തൊരു ചേച്ചിയാണ് ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്നത്. ആ ചേച്ചിയോടും ചോദിച്ചപ്പോൾ അതങ്ങനെ പ്രത്യേകിച്ച് ആരുടെയും അധീനതയിലൊന്നുമല്ല. ദേവസ്വം ബോർഡും ഇപ്പോൾ പള്ളി കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒന്നിൻ്റെ അധീനതയിലൊന്നും. ആരെങ്കിലും അവിടെ വെച്ചിട്ട് പോവും, ആരെങ്കിലും അവിടെ മെഴുകുതിരി വാങ്ങിച്ച് കത്തിക്കും, സിഗാർ വാങ്ങിച്ച് കത്തിക്കും. അതാ ഒരു ജനകീയ വിശ്വാസം. 100 കണക്കിന് ആൾക്കാർ ഡെയിലി വരുന്നുണ്ട്. മുൻപ് ഫോർട്ട് കൊച്ചിക്കാരായിരുന്നു, ഇപ്പോൾ നമ്മളെപ്പോലെ പറഞ്ഞു കേട്ട് അറിയുന്ന കുറേ ആൾക്കാർ അവിടെ വരുന്നുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറയുന്നത് എല്ലാവർക്കും തൃപ്തരാണ്. ഉത്തപ്പൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തൊട്ടടുത്ത് കിടക്കുന്ന വസ്തുവകകളിൽ ഫോർട്ട് കൊച്ചിയുടെ ഹൃദയഭാഗമാണെന്ന് ആലോചിക്കണം. അവിടെ ഒരു ബിൽഡിങ് പണിയുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എൻ്റർപ്രൈസസ് തുടങ്ങാനോ ഒന്നും സാധിക്കുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു. അതെപ്പോഴും അങ്ങനെയാണ്. ഭൂഗർഭ അറകളിൽ നിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല.
എന്നൊരു മിത്ത് എൻ്റെ ചെറുപ്പകാലത്തെ ഞാനൊരു ഹിന്ദു മിത്തോളജി ഫാമിലി ജനിച്ചതാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് അതേപോലെ ഫീൽ ചെയ്തു. ആ ഒരു ഇതുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന വസ്തുക്കളിലൊന്നും ചെയ്യുന്നില്ല. ഒരു വലിയ മാവാണ്, പിന്നെ ഇങ്ങനെ പോച്ചയൊക്കെ കയറി പോച്ച മീൻസ് കാട് കയറിയിട്ട്, എൻ്റെ നാട്ടിലെ സ്ലാങ്ങാണ് പോച്ച. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കയറിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ മൂന്നിടത്തും ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. പക്ഷേ ഇതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ ഐഡിയാസ് അബൌട്ട് ഇറ്റ്. കാപ്പിരീസ് ഇവിടെ വന്നതിനും കാപ്പിരീസ് ഇവിടെ പോർച്ചുഗീസുകാർ ഇവിടുന്ന് വ്യാപാരികൾ ഇവിടുന്ന് അവരുടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടപ്പോൾ ഈ പാവപ്പെട്ട കാപ്പിരീസിനെ തടവറയിലാക്കി അവർ മരണപ്പെട്ടു, ഭക്ഷണവും ജലവും കിട്ടാതെ എന്നുള്ളതും സംഭവിച്ചിരിക്കാവുന്ന ഒരു കാര്യമാണ്. കാപ്പിരീസിൻ്റെ ആത്മാവ് ഇന്നും ആ ഭൂഗർഭ അറകളിലുള്ള നിധിക്ക് ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇതിന് കാവൽ നിൽക്കുന്നു എന്നും നമ്മളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഈ സിഗാർ കത്തിച്ച് വെക്കുമ്പോൾ സിഗാർ കത്തുന്നതിനനുസരിച്ച് അറിയാമെന്ന് അവർ പറയുന്നത്. അപ്പം ഞാനും ഒരു സിഗാർ വാങ്ങിച്ച് കത്തിച്ചിരുന്നു. അപ്പോൾ അത് കത്തിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് വെക്കുമ്പോൾ അണയുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും നമ്മൾ വെക്കുക, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കിട്ടും, അല്ലെങ്കിൽ ജപ്തിയിൽ നിന്ന് നമ്മൾ പുറത്തു വരും, നമ്മുടെ നഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള കാര്യങ്ങൾ കിട്ടും, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉള്ള വിശ്വാസങ്ങൾ. അപ്പോൾ ഒരു സമ്പന്നതയുടെ മണ്ടയ്ക്കാണ് നമ്മുടെ ശ്രീപത്മനാഭൻ കിടക്കുന്നത്. എനിക്കതേപോലെ ഫീൽ ചെയ്തു. ശ്രീപത്മനാഭൻ അധികം നമുക്ക് കേരളത്തിലെ ഏറ്റവും സമ്പന്നം ഇന്ത്യയിലെ അല്ല, ഐ തിങ്ക്, അതോ മൂകാംബിക കഴിഞ്ഞിട്ടുള്ള അതെനിക്ക് എക്സാക്ട്ലി അറിയില്ല. ശ്രീപത്മനാഭം കോടിക്കണക്കിന് ലക്ഷം കോടിക്കണക്കിന് സ്വത്തുവകളുടെ മുന്നേന്ന് പറയുന്ന പോലെ കാപ്പിരി ഈ ഭൂഗർഭ അറയിലുള്ള നിലവറയുടെ മുകളിലാണ് കിടക്കുന്നത്. സത്യത്തിൽ അത് ഹാപ്പൻഡ്. അതിന് അടിയിൽ ഇതുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ കാപ്പിരീസ് അവിടെ മരണപ്പെട്ടു എന്നുള്ളത് എക്സാക്ട്ലി ഇറ്റ് ഹാപ്പൻഡ് ആക്ച്വലി. എന്തുകൊണ്ട് ഒരടിമയുടെ ആത്മാവിനെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത ആ ഒരു പരിഗണന നമ്മൾ കാപ്പിരീസിന് മരണശേഷം ശരിക്കും കൊടുക്കുകയാണ്. മരണത്തോട് മല്ലടിച്ച് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മൺമറഞ്ഞു പോയ കാപ്പിരികൾ, 1, 2, 3 കാപ്പിരിയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ ഉള്ള ആയിരക്കണക്കിന് കാപ്പിരികളുടെ ആത്മാവുക്ക് നമ്മളുടെ സ്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഉപേക്ഷിച്ച് പോയ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും തിരിച്ചു വന്ന് എടുക്കും എന്നൊക്കെയുള്ള ഇൻറ്റൻഷനിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എങ്ങനെയല്ലേ, നമ്മൾ ഈ വെച്ച വീട്ടിൽ 100 വർഷം ജീവിക്കും എന്നൊക്കെയുള്ള പോലെയല്ലേ പോർച്ചുഗീസുകാരങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ നാളെ മരിച്ചു പോകുമെന്ന് കരുതിയല്ലല്ലോ. അങ്ങനെ കാപ്പിരിക്ക് ജനകീയമായ ഒരു അംഗീകാരം ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്തൊരു അംഗീകാരം ശരിക്കും കാപ്പിരികൾക്ക് അവരുടെ ആ ഒരു സർവൈവ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ. സിഗാറ് വലിച്ച്, ഭക്ഷണം വെള്ളവും കിട്ടാത്തപ്പോഴും സിഗാറ് വലിച്ച് ജീവൻ നിലനിർത്തി പോകുന്നവരാണ്. അവർക്ക് മരണശേഷം ആത്മാവിലൂടെ നീതി ലഭിക്കുകയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു സൊസൈറ്റിയുടെ കളക്റ്റീവ് മെമ്മറിയാണ്. അതായത് ഞാൻ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരോടല്ല, ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ചേട്ടന്മാരോട്, അവിടെ തൂക്കാൻ നിന്ന ചേച്ചിയോട്, അവിടെ സിഗാറ് കത്തിക്കാൻ എന്നെ പോലെ വന്ന എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോട്, അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് ഇതൊരു കളക്റ്റീവ് സൊസൈറ്റിയുടെ മെമ്മറിയാണ്. അപ്പോൾ അവർ എല്ലാം പറഞ്ഞു കേട്ട് വന്ന, അവർക്ക് രാത്രിയിൽ രൂപം കണ്ടു എന്നും സിഗാറ് തന്നെ പുകയുന്നു എന്നും ഒക്കെയുള്ള ഒരു മെമ്മറീസ്, ഒരു കളക്റ്റീവ്, ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിക്കാരുടെ ഒരു കളക്റ്റീവ് മെമ്മറി ആയിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്തത്. പിന്നെ കാപ്പിരീസിനെ തന്നെ നമ്മൾ 3 എടുത്ത് പോയി കാണുമ്പോൾ 3 ടൈപ്പ് ഓഫ് സ്റ്റോറീസ്, 3 ടൈപ്പിലുള്ള സ്റ്റോറീസാണ് അവർക്ക് നമ്മളോട് പറയാനുള്ളത്. അത് അവിടുത്തെ ഗ്രാമവാസികൾക്ക് നമ്മളോട് പറയാനുള്ളത്. ഒന്ന്, അവർ മുത്തപ്പൻ എന്ന് പറയുന്ന നമ്മുടെ മുത്തപ്പനെ പോലെ തന്നെ ആരാധിക്കുന്നു. കള്ള് മീൻസ് അത് മദ്യം റിലേറ്റഡ് ആയിട്ടുള്ള സിഗരറ്റും വെച്ച് ആരാധിക്കുന്നു. പിന്നെ ഒരു മനുഷ്യനായി തന്നെ കാണുന്നു. നീതി കിട്ടാതെ മരിച്ചു പോയൊരു മനുഷ്യൻ്റെ ആത്മാവ് നമ്മളുടെ അയാൾക്ക് നീതി കിട്ടില്ല. അദ്ദേഹം അയാളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന കാപ്പിരിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന എല്ലാവർക്കും നീതി തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ 2-3 ടൈപ്പ് ഓഫ് കഥകളാണ് ആ നാട്ടുകാർക്ക്, ആ ഒരു സൊസൈറ്റിക്ക്, ആ ഒരു സമൂഹത്തിന് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കൗതുകകരമായി തോന്നിയത്. ഇനി ഇതൊരു ഗോസ്റ്റ് സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ നോ, നോട്ട്. ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓറയുടെ പവർ പോലെ, അതായത് എൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ പോലെ ഇരിക്കും
ഞാൻ ഈ കഥകൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 2 വട്ടം ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പിന്നിൽ കുറച്ചധികം ട്രാവൽ ചെയ്ത് കുറച്ച് ഓരോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ കാപ്പിരീസ് വന്നു എന്നും ഇങ്ങനെ സംഭവിച്ചു എന്നും അവർ മരിച്ചു പോയിരുന്നു. പക്ഷേ കാപ്പിരികൾ അവിടെ ഉണ്ടോ, ആത്മാവ് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുമോ, അതൊക്കെ ഒരു വിശ്വാസമാണ്. ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെയും സംഭവിക്കാം. ബട്ട് ചരിത്രത്തിൽ കാപ്പിരികൾക്കൊരു വലിയ സ്ഥാനമുണ്ട്. പോർച്ചുഗീസുകാർ വന്നതും വാസ്കോഡഗാമ വന്നതും അതിനുശേഷം പോർച്ചുഗീസുകാർക്ക് ഡച്ചുകാരെ പേടിച്ച് ഇവിടുന്ന് ഓടേണ്ടി വന്നിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ കാപ്പിരികൾ ഇവിടെ മരണപ്പെട്ടു എന്നുള്ളതും ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ചരിത്ര രേഖകൾ മിസ്സായിട്ടുണ്ടെങ്കിലും സംഭവം സത്യമാണ്. പിന്നെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി ഒരു അഡ്വാൻസ്ഡ് നഗരമാണ്, കേരളത്തിലെ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് കിടക്കുന്ന ഐലൻഡാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് എപ്പോഴും പഴയ ആർക്കിടെക്ചർ നിലനിർത്തി പോണ പഴയ ബസിലിക്ക ചർച്ച്, ഡച്ച് ചർച്ച്, ഇതെല്ലാം പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ അതിൻ്റെ ചുമരുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടൊക്കെ ഷൂട്ട് ചെയ്ത അതൊക്കെ ശരിക്കും ഫോർട്ട് കൊച്ചി, എൻ്റെ ആദ്യത്തെ ഷൂട്ടിങ്ങൊക്കെ ഫോർട്ട് കൊച്ചിയിലായിരുന്നു. ഫോർട്ട് കൊച്ചിയുടെ ചുവരുകളൊക്കെ ഇപ്പോഴത്തെ ജനറേഷന് ഒത്തത് മാറുന്നുണ്ടെങ്കിലും അവരുടെ കഥകളും അവരുടെ കൾച്ചറും അവരുടെ ആർക്കിടെക്ചറും, ബസിലിക്ക ചർച്ചൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ആ ആർക്കിടെക്ചർ ഇപ്പോഴും ഡച്ച് കോളനി, നമ്മൾ പഴയ സിനിമാസിലൊക്കെ കാണുന്ന ആൻറ്റിമാരൊക്കെ ഉണ്ട്. അതായത് അവർ ഫോറിൻ കൾച്ചറൊക്കെ ഇതൊക്കെ നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയും. അവരെയൊക്കെ നമുക്കിപ്പോഴും അവിടെ തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്കൊക്കെ പറ്റുമെന്നെങ്കിൽ ആ ഫോർട്ട് കൊച്ചി സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യുക. നമ്മളൊരു വിദേശ കൾച്ചർ, കുറച്ച് വിദേശികൾ വന്നിവിടെ പാകിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇറ്റ് വാസ് നൈസ്. അവരത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഗോസ്റ്റ് സ്റ്റോറി അല്ലെന്നുണ്ടെങ്കിൽ കാപ്പിരൂത്തപ്പയുടെ സ്റ്റോറി പോലും അവരത് ഫോളോ ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ആർക്കിടെക്ചർ എസ്പെഷ്യലി ഒരു ബിൽഡിങ്ങും അവർ പൊളിച്ചു പണിയുന്നില്ല. ഇതൊരു ചരിത്രപരമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ടുണ്ട്, അടിമകളെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡച്ചുകാരുടെ ഇൻവേഡ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇവിടുന്ന് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം കാപ്പിരികളെ പറ്റി പറയുന്നില്ല. കാപ്പിരികൾ ഇങ്ങനെ ഇവിടെ എന്തായാലും നമ്മൾ പേടിച്ചോടുന്ന സമയത്ത് അടിമകളെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ എംപ്ലോയീസിനെ എല്ലാവരും രക്ഷിച്ചിട്ടില്ല. എന്തൊക്കെയോ ഒരു ഉപയോഗങ്ങൾ വരുന്നു. പക്ഷെ അതിന് എക്സാക്റ്റ് ഒരു ചരിത്ര രേഖയില്ല. എന്തുകൊണ്ട് ഈ കഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ശബ്ദം നഷ്ടപ്പെട്ട മനുഷ്യരാണല്ലോ അടിമകൾ, അല്ലേ? അവർക്ക് റിയാക്ട് ചെയ്യാൻ അവരുടെ ആത്മാവിനൊരു പവറുണ്ട്. അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ പവറില്ലെങ്കിൽ അവരുടെ ആത്മാവിനൊരു പവറുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പവർഫുൾ ആയിരുന്നു, മനസ്സിലായോ? അവർ ശബ്ദിച്ചില്ലെന്നേ ഉള്ളൂ, അവർ പവർഫുൾ ആയിരുന്നു എന്ന് കഥകളിലൂടെ പറഞ്ഞു വെക്കുകയാണ്, മനസ്സിലായോ? പക്ഷേ ഐ ഫെൽറ്റ് ദ കാപ്പിരി. ഓക്കെ, ഐ ഫെൽറ്റ്, ഞാൻ പറഞ്ഞല്ലോ 2 വട്ടം ഞാൻ ഇതേ മൈൻഡ് സെറ്റോട് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഐ ഫെൽറ്റ് ദ കാപ്പിരീസ് ആർ ദെയർ, സംതിങ് ഹാപ്പൻഡ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.